നമസ്കാരം. 10th സ്റ്റാൻഡേർഡ് ബയോളജി പുതിയ ടെക്സ്റ്റ് ബുക്ക്, അതിലെ ഒന്നാമത്തെ ചാപ്റ്റർ ജെനറ്റിക്സ് ഓഫ് ലൈഫ്, ജീവൻ്റെ ജനിതകം, അതിലെ 8ാമത്തെ പേജ്. ആ പേജിലുള്ള പോയിന്റ്സ് ആണ് ഇവിടെ പറയുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് ജീൻ എഡിറ്റിംഗ്. വാട്ട് ഈസ് ജീൻ എഡിറ്റിംഗ്, അതെന്താണ് എന്ന്. രണ്ടാമത്തെ പോയിന്റ് ക്രിസ്പർ കാസ് 9, അതെന്താണ് എന്ന്. അടുത്ത മൂന്നാമത്തെ പോയിന്റ് രണ്ട് ശാസ്ത്രജ്ഞന്മാരുടെ പേരുകൾ, അവർക്ക് 2020 കെമിസ്ട്രിയിൽ നൊബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്, അതിനെക്കുറിച്ച്. അടുത്തത് ജീൻ എഡിറ്റിങ്ങിൻ്റെ സാധ്യതകൾ, അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ആ പേജിൽ ഉള്ളത്. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. എന്താണ് ജീൻ എഡിറ്റിംഗ്? DNA ജീനുകളിൽ അഭിലഷണീയമായ മാറ്റം വരുത്തുന്ന സാങ്കേതിക വിദ്യയാണ് ജീൻ എഡിറ്റിംഗ്. DNA ഘടനയും പ്രവർത്തനവും മാറുന്നതിന് ഇത് സഹായിക്കുന്നു. എന്താണ് ക്രിസ്പർ കാസ് 9? ഇത് ഒരു ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യയാണ്. ഇത് കണ്ടെത്തിയതിനാണ് ജെന്നിഫർ എ ഡൗട്ട്ന, എമാനുവൽ കാർപെൻറ്റിയർ എന്നിവർക്ക് 2020 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത്. കാസ് 9 ഒരു എൻസൈമാണ്, മാംസ്യമാണ്. ഇത് പ്രോട്ടീനാണ്. തന്മാത്ര കത്രിക, മോളിക്കുലർ സിസേഴ്സ് ആയി ഇത് പ്രവർത്തിക്കുന്നു. DNA ഇഴകളെ, സ്ട്രാൻഡ്സിനെ കട്ട് ചെയ്യാൻ, മുറിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യയുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ജനിതക രോഗ ചികിത്സയിലും ക്യാൻസർ ചികിത്സയിലും കൂടാതെ കീടങ്ങളെയും രോഗങ്ങളെയും പ്രതിരോധിക്കുന്ന വിളകൾ വികസിപ്പിക്കുന്നതിനും ഇത് സഹായിക്കുന്നു. പേജ് നമ്പർ 8 ലാസ്റ്റ് ഭാഗത്ത് ഒരു കുട്ടി ചോദിക്കുന്ന സംശയം കാണാം. ജീനിനെ കാണാൻ കൂടി കഴിയില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് അതിനെ എഡിറ്റ് ചെയ്യുക എന്ന്. കുട്ടിക്ക് അതിൻ്റെ ഉത്തരം കിട്ടണമെങ്കിൽ അടുത്ത പേജുകളിലെ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയിരിക്കണം. ജീനിനെ കുറിച്ചും DNA കുറിച്ചും കൂടുതൽ അറിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഉത്തരം ആ കുട്ടിക്ക് കിട്ടുകയുള്ളൂ. DNA, ജീൻ എന്നിവയെക്കുറിച്ച് ഇന്ന് നല്ല ധാരണയുണ്ട്. അതാണ് ജീൻ എഡിറ്റിങ്ങിലേക്ക് നയിച്ചത്. താങ്ക് യു.